നമ്മള് പണ്ട് മുതൽക്ക് അടിപൊളിയാ. ലൈക്ക് ഞാന് ഫുള്ളായിട്ട് പറഞ്ഞാല് ഇങ്ങക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. നമ്മൾ പണ്ടേ അടിപൊളിയാ. ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. ഓക്കെ ഫുൾ കേക്കെ എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് നമ്മൾ ബേബി ആയിരിക്കുന്ന ടൈം നമ്മളെല്ലാവരും ബേബി ആയിരിക്കുന്ന ടൈം നമ്മൾ നടക്കാൻ പഠിക്കാണ്. ഓക്കെ നടക്കാൻ പഠിക്കാണ്. എവിടെല്ലോ പിടിച്ച് നടക്കാൻ നോക്കുന്ന്, കാല് തട്ടുന്ന്, വീണ്, കാർപ്പറ്റിലൊന്ന് തട്ടി വീണ്. അന്നേരം നമ്മൾ ആ കാർപ്പറ്റിനോട് ആ ടാബിളിനോട് നോക്കി പറഞ്ഞല്ലോ, "നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ആയത്." എന്നിട്ട് ആ ടാബിൾ പിടിച്ച് കരഞ്ഞേനു. "നീ എന്താ എന്നെ ഇങ്ങനെ ആക്കിയത്?" പറഞ്ഞിട്ട് ടാബിളിനോട് കരറ്റുമില്ല ഇതാക്കിയിട്ടും ഇല്ല. കൊണ്ട് വീണ് കുറച്ച് 5 മിനിറ്റ് കാലിരുന്ന് കരഞ്ഞ് പിന്നെയും ചിരിച്ചോണ്ട് എണീറ്റ് പോയി. നമ്മള് നടക്കാൻ പഠിക്കുന്നത് എന്തിലും ചിരിച്ചോണ്ടല്ലാണ്. ലിറ്ററലി ബാലൻസ് ചെയ്ത് പഠിക്കുന്നത് ചിരിച്ചുകൊണ്ടാ. വീണൊക്കെ അരിയൂന്ന് പറഞ്ഞാലും പക്ഷെ എന്നാലും അത് ചിരിച്ചുകൊണ്ടാ നമ്മൾ ചെയ്യുന്നത്. എനിക്കിപ്പോ പിന്നെയും വീണ് നടന്നു പിന്നെയും വീണു. അപ്പൊ നമ്മളാ മദർ ഫാദറിനോട് പറഞ്ഞു. "എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നൂടെ? നിങ്ങള് കാരണമാണ് ഇങ്ങനെ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നാലേ ഇത് കിട്ടും. എങ്ങനെയാണ് ഇത് കിട്ടാന്ന് പറഞ്ഞുതരോ?" "ഇല്ല. നിങ്ങൾ മറ്റേത് പറഞ്ഞേക്കല്ലേ അതായത് കുഞ്ഞാവുമ്പോ നമുക്ക് സംസാരിക്കാൻ പറ്റൂലല്ലോ എന്നില്ല മണ്ടത്തരം എന്ന് പറഞ്ഞ് വരരുത് ട്ടോ കമന്റ് സെക്ഷനില്. ഐ ആം എക്സാമ്പിൾ ആണ്. ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. പ്രോപ്പർ ആ രീതിയിൽ എടുക്കുക. ഓക്കെ. അപ്പോ അതായത് നമ്മള് മദറിനും ഫാദറിനോട് നോക്കി പറഞ്ഞിട്ടില്ല. എനിക്ക് പഠിപ്പിച്ചെന്നൂടെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളത് ചെയ്ത് പോയി ലാസ്റ്റ് നടന്ന് നടന്ന് ഇവിടെ വരെ എത്തി. അതായത് നടക്കാൻ പഠിച്ചു. ഇപ്പൊ എങ്ങനെയാണ് നമ്മള്? ഓ! നമ്മളെന്തോ വലിയ കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ എവിടെയെങ്കിലും തട്ടി എന്തെങ്കിലും ഇതായാൽ ഫസ്റ്റ് അതിനെക്കുറിച്ച് ബ്ലെയിം ചെയ്യും. "നീ കാരണം ഇങ്ങനെ ആയത്. നീ ഇങ്ങനെ ആക്കിയോണ്ടാ. നീ അവിടെ അതങ്ങനെ വെച്ചോണ്ടാന്ന്" പറഞ്ഞിട്ട് അവിടെ ബ്ലെയിം കൊടുത്ത് അവർക്ക് അവിടെ പവർ കൊടുക്കും. ഓക്കെ പവർ അവിടെ കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ "നിനക്കിത് പറഞ്ഞ് തന്നൂടെ? നിനക്ക് അറിയില്ലല്ലോ ഇതിങ്ങനെ ചെയ്യണത്. നീ പറഞ്ഞാൽ ഇതാവും അല്ലെങ്കിൽ ഇതാവും അല്ലാണ്ട് ഇതാവും. നീയാണ് കുറ്റക്കാരെന്ന്" പറഞ്ഞിട്ട് അതും അവിടെ പവർ കൊടുക്കും. അതായത് നമ്മളിപ്പം എല്ലാ പവറും പുറത്തേക്ക് കൊടുക്കാണ്. "നീ കാരണമാണ് ഇങ്ങനെ ആയത്. നീ കാരണമാണ് അങ്ങനെ ആയത്." ഈ പവർ പുറത്തേക്ക് കൊടുക്കുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാ പവർ പുറത്തേക്ക് കൊടുത്തു. പവർ പോയി പുറത്തേക്ക്. അപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. പവർ ഉണ്ടെങ്കിലേ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു സാധനത്തിൽ പവർ ഉണ്ടെങ്കിലേ ഒരു സാധനത്തിൽ ഫോഴ്സ് കൊടുക്കുമ്പേ ചെയ്യാൻ പറ്റും. പവർ ഉണ്ടാകുമ്പേ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പവർ പുറത്തേക്ക് കൊടുക്കാണ്. അതിന് പകരം ബേബിയുടെ എക്സാമ്പിൾ എടുക്കാണ് കുട്ടിയുടെ എക്സാമ്പിൾ എടുക്കാം. ഞാൻ നടക്കുമ്പോ കാല് തട്ടി. ആ ടേബിൾ അവിടെ ഉണ്ടായി ഞാൻ കണ്ടു. അപ്പൊ കാല് വലത്തുവശം കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയാ മതി. ടേബിളിന് കുറ്റം പറഞ്ഞിട്ട് കാല് ഞാൻ കുറച്ച് അടുത്തവശം ഇങ്ങോട്ടേക്ക് ആക്കിയാ മതി. പവർ എടുത്തിട്ടോ. കാർപ്പറ്റ് അവിടെ ഉണ്ട്. അടുത്ത പ്രാവശ്യം അതിന്റെ ഷോർട്ടാണ്ട് ഇപ്പുറം ചവിട്ടിയാ മതി. പിന്നെയും പവർ എടുത്ത്. നെക്സ്റ്റ് ഡേ. ഇൻസ്ട്രക്ഷൻ ഇല്ല കിട്ടിയിട്ടില്ല. ഓക്കെ. പക്ഷെ ഇത് ആദ്യായിട്ടൊന്നുമല്ല. ഇതിന് മുമ്പ് ആൾക്കാര് നടന്നിട്ടില്ലേ? ഞാനത് എടുത്തോളാം. ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചോളാം. പിന്നെയും പവർ എടുത്ത്. ഇപ്പോഴാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ അത് എവിടെയോ വെച്ച് പോയി. നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ഒരു തിങ്കിങ് ആ ഒരു സാധനങ്ങളും. സോ അത് എടുക്കുക. ആ ഒരു സാധനത്തിലേക്ക് തിരിച്ചു വരാ. എന്നിട്ട് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ആ പവർ എടുത്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ ഡ്രീമിലേക്ക് എത്താൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യേണ്ട, മോഡിഫൈ ചെയ്യേണ്ട പവർ പ്രോപ്പറായിട്ട് കിട്ടി. സോ ഇതാണ് നിങ്ങൾ ഗ്രോ ചെയ്യാനും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ദിസ് കൈൻഡ് ഓഫ് തിങ്കിങ്.